രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷകളെ മറികടന്ന് ഉയർന്നു നിൽക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ദിശയെക്കുറിച്ചുള്ള ആത്മവിശ്വാസം വീണ്ടും ഉറപ്പിക്കുകയാണ്. പ്രവചനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി ഇന്ത്യയുടെ GDP വളർച്ച മുന്നേറിയതിന്റെ ആവേശത്തിൽ വെടിക്കെട്ട് തുടക്കം കുറിക്കാൻ ഇന്ത്യൻ ഓഹരി വിപണി തയ്യാറായി കഴിഞ്ഞു. ഡിസംബർ 1 വ്യാപാര ദിനം വലിയ നേട്ടത്തിന്റേതായേക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിഫ്റ്റി ഉയർന്നത് ഒന്നും രണ്ടുമല്ല 130 പോയിന്റാണ്. ഈ ഊർജം പകർന്നു കിട്ടിയാൽ സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് പുതിയ റെക്കോർഡിലേക്ക് പറന്നു കയറുകയും ചെയ്തു. GDPയുടെ ശക്തമായ നേട്ടം, നയപരമായ സ്ഥിരത കൈവരിക്കുന്ന RBIയുടെ നിലപാട്, ആഗോള ആശങ്കകൾക്ക് പിന്നാലെയും അമേരിക്കൻ ഫെഡിന്റെ സൂചനകൾ, ഇവയെല്ലാം ചേർന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ കൂടുതൽ പ്രതീക്ഷാഭരിതമാക്കി കഴിഞ്ഞു. ഇത്തരം സാഹചര്യത്തിൽ നിഫ്റ്റിയുടെ 130 പോയിന്റ് ഉയർച്ച മോദി സർക്കാരിന്റെ സാമ്പത്തിക ചിന്താഗതിയും പരിഷ്കാരങ്ങളുമാണ് വിപണിയെ ശക്തമായി താങ്ങി നിർത്തുന്നതെന്ന് ഒരു നിർണായക സൂചനയാണ്. റിസർവ് ബാങ്കിന്റെ ഉൾപ്പെടെ പ്രവചനങ്ങളെ കടത്തിവെട്ടി നടപ്പ് വർഷത്തെ രണ്ടാം പാദമായ ജൂലൈ-സെപ്റ്റംബറിൽ 8.2% GDP വളർച്ചയാണ് ഇന്ത്യ നേടിയത്. സെപ്റ്റംബർ 6 ത്രൈമാസങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ വളർച്ച. റിസർവ് ബാങ്കും മറ്റ് പ്രധാന റേറ്റിംഗ് അല്ലെങ്കിൽ ധനകാര്യ ഏജൻസികളും പ്രവചിച്ചിരുന്നത് 7 മുതൽ 7.5% വളർച്ചയായിരുന്നു. അതേസമയം GDP നിർണയത്തിൽ അപാകതകളുണ്ട് എന്ന് വ്യക്തമാക്കി രാജ്യാന്തര നാണയനിധി ഇന്ത്യക്ക് C ഗ്രേഡ് എന്ന മോശം റേറ്റിംഗ് നൽകിയതും പ്രതിപക്ഷം അത് ഏറ്റുപിടിച്ചതും നേട്ടത്തിന്റെ തിളക്കത്തിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. അതേസമയം GDPയിൽ വൻ മുന്നേറ്റവുമായി ഇന്ത്യ ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന വലിയ സമ്പദ് ശക്തിയായി എന്ന നേട്ടം നിലനിർത്തിയതിന്റെ ആവേശമാണ് നിഫ്റ്റിയിൽ കണ്ടത്. ഇതിനു പുറമെ ഡിസംബർ 5 പ്രഖ്യാപിക്കുന്ന പണനയത്തിൽ റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുക കൂടി ചെയ്താൽ ഓഹരി വിപണിക്ക് ഡിസംബറിന്റെ ആദ്യ നാളുകൾ ആഘോഷക്കാലമായി മാറും. ഒക്ടോബറിലെ റീറ്റെയിൽ പണപ്പെരുപ്പം റെക്കോർഡ് താഴ്ചയായ 0.25%, ഭക്ഷ്യവിലപ്പെരുപ്പം -5.02% എത്തിയത് പലിശ കുറയാനുള്ള അനുകൂല ഘടകങ്ങളാണ്. ഇൻഫ്ലേഷൻ നിയന്ത്രണം, ക്യാപിറ്റൽ ഇൻഫ്ലോ വർധന, ഇൻഫ്രാസ്ട്രക്ചർ പ്രഗതി, സ്റ്റാർട്ടപ്പ് സൗഹൃദ നിലപാട്, ഇവയെല്ലാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരതയുടെയും വേഗതയുടെയും പാതയിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. റിഫോം, പെർഫോം, ട്രാൻസ്ഫോം എന്ന ദിശാബോധത്തിനൊപ്പം വിപണി മുന്നോട്ട് നീങ്ങുന്നതാണ് ഇന്നത്തെ ട്രേഡിംഗ് സെറ്റപ്പിന്റെ ഏറ്റവും വലിയ പശ്ചാത്തലം. പലിശ നിരക്ക് കുറച്ചേക്കാമെന്നും എന്നാൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പണനയ നിർണയ സമിതിയാണെന്നും റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞിരുന്നു. റിപ്പോ നിരക്ക് 0.5% കുറയ്ക്കാനാണ് സാധ്യത. കഴിഞ്ഞ 2 യോഗങ്ങളിലും പലിശ കുറച്ചിരുന്നില്ല. ഇക്കുറി പലിശ നിരക്ക് കുറച്ചാൽ ഭവന, വാഹന, വ്യക്തിഗത വായ്പാ പലിശ നിരക്കും കുറയ്ക്കും. ബാങ്കിൽ നിന്ന് വായ്പ എടുത്തവരുടെ തിരിച്ചടവ് ഭാരം ഇതോടെ കുറയും. ഇത് ഉപഭോക്തൃ വിപണിക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. അതിന്റെ നേട്ടം ഓഹരി വിപണിക്കും ലഭിക്കും. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ ജെറോം പവൽ ഇന്ന് ഒരു പ്രഭാഷണം നടത്തുന്നത്. ഡിസംബർ 10 US ഫെഡിന്റെ പണനയം. അവരും പലിശ നിരക്ക് 0.25% കുറയ്ക്കുമെന്ന സൂചന ശക്തമാണ്. ആ പ്രതീക്ഷ ശരിയാകുമോ എന്നതിന്റെ സൂചന പവലിന്റെ ഇന്നത്തെ വാക്കുകളിൽ നിന്ന് കിട്ടും. അമേരിക്ക പലിശ നിരക്ക് കുറച്ചാൽ ഓഹരി വിപണികൾക്ക് അത് ഇരട്ടി മധുരമാകും. അതേസമയം മറുവശത്ത് ചൈന വലിയ തലവേദനയായി മാറുകയാണ്. ഒക്ടോബറിൽ ചൈനീസ് വ്യാവസായിക മേഖലയുടെ ലാഭം -5.5% നിലംപൊത്തിയെന്ന് നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോഴത്തെ ചൈനീസ് ഫാക്ടറികൾ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് വ്യക്തമാക്കി തുടർച്ചയായ 8ാം മാസവും ഉൽപാദന വളർച്ച കൂപ്പുകുത്തി കഴിഞ്ഞു. മാനുഫാക്ചറിംഗ് PMI നവംബറിൽ 49.9%. ഇത് 50-ന് താഴെ തുടരുന്നത് പ്രതിസന്ധി ഉണ്ട് എന്നതിന്റെ തെളിവുമാണ്. തുടർച്ചയായ 8ാം മാസമാണ് വീഴ്ച. ചൈനയുടെ പ്രതിസന്ധിയും ജപ്പാന്റെ പണപ്പെരുപ്പ വർധനയും ഏഷ്യൻ ഓഹരി വിപണികളെ നിരാശയിലാഴ്ത്തിയിട്ടുണ്ട്. ജാപ്പനീസ് ഓഹരി സൂചികയായ നിക്കൈ 1.3% ഇടിഞ്ഞു. ദക്ഷിണ കൊറിയയുടെ കോസ്പി 0.66% താഴ്ന്നു. ഓസ്ട്രേലിയയുടെ ASX 200 സൂചിക 0.23% താഴ്ന്നാണ് വ്യാപാരം ചെയ്തത്. ഹോങ്കോങ് സൂചിക 0.7% ഉയർന്നു. ഷാങ്ഹായ് വിപണി നേരിയ നേട്ടം കുറിച്ചിട്ടുണ്ട്. US-ൽ ഫ്യൂച്ചേഴ്സ് വിപണികൾ കാര്യമായ നേട്ടം കുറിച്ചതുമില്ല. ഇന്നത്തെ മാർക്കറ്റ് മൂവ്മെന്റുകളും നിഫ്റ്റിയുടെ പോസിറ്റീവ് ഓപ്പണിംഗും ഒരേ ഒരു സന്ദേശം നൽകുന്നു. സുസ്ഥിരമായ ഭരണവും ദീർഘദർശിയായ സാമ്പത്തിക നയങ്ങളും ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ വളർച്ചാപാത ആർക്കും തടയാൻ കഴിയില്ല എന്ന്. മോദി സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളും ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി പോളിസികളും ഇന്ത്യയെ ആഗോള അതിവേഗ വളർച്ചാ നേഷനുകളിൽ ഒന്നാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. RBIയുടെ സ്ഥിരത, ആഗോള വിപണികളോടുള്ള ജാഗ്രതയുള്ള സമീപനം, ആഭ്യന്തര ഉപഭോഗത്തിന്റെ ഉയർച്ച, ഓട്ടോ സെയിൽസിന്റെ ഫലപ്രാപ്തി, ഇവയെല്ലാം ചേർന്ന് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഭാവിയിലേക്ക് കൂടുതൽ ശക്തമായി മുന്നേറുമെന്ന് സൂചിപ്പിക്കുന്നു. മാർക്കറ്റിന്റെ ആത്മവിശ്വാസവും നിക്ഷേപകരുടെ വിശ്വാസവും ആഗോള ഏജൻസികളുടെ വിലയിരുത്തലും എല്ലാം ഒരേ ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ വളർച്ചാ മാർഗം ഉറപ്പാക്കുന്നത് ശക്തമായ നേതൃത്വവും സാമ്പത്തിക പ്രതിബദ്ധതയുമാണ്.
അത് മോദിയുടെ നേതൃഗുണമാണ് എന്ന് ഇനി എടുത്തു പറയേണ്ടതുമില്ല.